എല്ലാവർക്കും മോളീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് അരിപ്പൊടി 1 കപ്പ്, റവ ഒരു 3 ടേബിൾ സ്പൂൺ, ശർക്കര ഒരു 1/2 കപ്പ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച്, ഉപ്പ് 1 നുള്ള്, ബേക്കിംഗ് സോഡ 2 നുള്ള്, ഏലക്ക പൊടിച്ചത് 1 നുള്ള്, ജീരകം അല്പം, പിന്നെ അത് വറുത്തെടുക്കാനുള്ള ഓയിൽ, ഇത്രയും മതി. ആദ്യം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുക. ശർക്കര ഇതിനകത്ത് ഇട്ടിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആദ്യം ഇത് പാനിയാവട്ടെ, എന്നിട്ട് അത് ഒഴിച്ച് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ശർക്കര പാനിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അഴുക്ക് വല്ലതും ഉള്ളതാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കണം. ഇതിനകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫിൽറ്റർ ചെയ്തിട്ടില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് ആക്കാം. അരിപ്പൊടി, റവ ഇട്ടു, ബേക്കിംഗ് സോഡ, ജീരകം എല്ലാം ഇട്ടു. ഇനി നമുക്ക് ഈ ചൂടോട് തന്നെ ഇത് കുഴച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്കത് വറുത്തെടുക്കാം. ചൂടാറാകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ കുഴയ്ക്കുകയാണ് ഞാൻ. കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കുക. ശർക്കര പാനി ചൂടോട് തന്നെ ഒഴിക്കുക. ഇത് ഞാൻ കുഴച്ച് വെച്ചു. ഈ പാകമാണ്. അത് കറുത്ത ശർക്കര അല്ലാത്തതുകൊണ്ടാണ് ഈ കളറ് വരാത്തത്. അപ്പോൾ പാനി തികഞ്ഞില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കുഴച്ചാൽ മതി. പാനി മിച്ചം വരരുത്. കാരണം നമ്മളൊരളവിനാണല്ലോ ശർക്കര എടുക്കുന്നത് കൊണ്ട്. നമുക്ക് ഈ അളവാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഇച്ചിരി നെയ്ക്കകത്ത് വറുത്തെടുക്കണം. ഇപ്പോൾ കുറച്ച് നെയ്യ് പാനിലോട്ടിട്ടു, തീ കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അതിനകത്തിട്ട് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക, ഒരു ബ്രൗൺ കളറാകുന്ന വരെ. അപ്പോൾ തേങ്ങാക്കൊത്തി ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് അധിക സമയം ഇരുന്നിട്ടില്ല. ആ തേങ്ങാക്കൊത്ത് വറക്കുന്ന സമയം മാത്രമേ നമ്മൾ ഈ മാവ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഉണ്ണിയപ്പം. ഇത് നമുക്ക് ഇളക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഉണ്ണിയപ്പം ചട്ടി വെച്ചു. അതൊന്ന് തീ കൊടുത്തിട്ട് എണ്ണ ഒഴിക്കാം. തീ വേണേൽ ആദ്യം ഇച്ചിരി കൂട്ടിയിടാം, ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്കിത് ഇളക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പപ്പാതി വീതം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ഈ മാവ് അതിനകത്ത് ഒഴിക്കുന്ന ഉടനെ ബാക്കിയുള്ള ഫില്ലായി വരും, പുറത്തോട്ട് എണ്ണ വരും. കുറേശ്ശെ എണ്ണ വീതം ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മളിത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം ഈ കുഴിയിലോട്ട്. തീ കുറച്ചിട്ടേക്കണം, കാരണം ഇതിൻ്റെ അകം കൂടെ വെന്ത് വരണമല്ലോ. അപ്പോൾ ഇനിയും നമ്മൾ ഈ പാകമാകുമ്പോൾ ഒന്ന് തിരിച്ചിടുക. ഇത് കണ്ടോ, ചുവപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചിടുക. ആ സൈഡ് വേകട്ടെ. അതിനകം കൂടെ വേകണം, അതുകൊണ്ടാണ് തീ കുറച്ചിടുന്നത്.
നമ്മൾ നോക്കിയിട്ട് അത് മൂത്തെന്നുണ്ടെങ്കിൽ നമ്മൾ മൂക്കാത്ത ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടുക. തീ കുറച്ച് തന്നെ ഇരുന്നോട്ടെ. ഓരോ സൈഡും നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഇത് മൂത്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റുക. എണ്ണ ഇത് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്ത സെറ്റ് ഇടാനായിട്ട്. കുറേശ്ശെ ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് അടുത്ത് നമുക്കതുപോലെ തന്നെ കോരി ഒഴിക്കണം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ല മയമുള്ള ഉണ്ണിയപ്പമാണ്. അതേസമയം നമ്മൾ വെച്ചിരുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കൊരു 15 മുതൽ 17 വരെ ഉണ്ണിയപ്പം കിട്ടും നമുക്ക്.